BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. UDF സർക്കാർ അധികാരമേറ്റ് 2 മാസം കഴിഞ്ഞിട്ടും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ തട്ടി ഭാരവാഹികളുടെ നിയമനം നീളുന്നതിനാൽ വിവിധ ബോർഡ് കോർപ്പറേഷനുകളുടെ പ്രവർത്തനം സ്തംഭനത്തിലാണ്. രാജ്യാന്തര ചലച്ചിത്രമേള, സംസ്ഥാനത്തെ സിനിമാ നിർമ്മാണം എന്നിവയ്ക്ക് പുറമെ ചലച്ചിത്ര അവാർഡ് നിർണയവും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ബ്ലെസി, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അധ്യക്ഷനായി സത്യൻ അന്തിക്കാട് എന്നീ സംവിധായകരെയാണ് അന്തിമ പട്ടികയിൽ. എന്നാൽ മറ്റു ഘടകകക്ഷികളിൽ നിന്നും ഉയരുന്ന ചില എതിർപ്പുകളാണ് തീരുമാനത്തിലെത്തുന്നത് വൈകാൻ കാരണമാകുന്നത്. തർക്കം പരിഹരിച്ച ശേഷം നാളെ കൂടുന്ന UDF യോഗത്തിൽ അന്തിമ നിലപാടിലെത്താനാണ് സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനം. അതേസമയം ചലച്ചിത്ര അക്കാദമിയുടെയും വികസന കോർപ്പറേഷന്റെയും ഭാരവാഹികളെ തീരുമാനിക്കാത്തതാണ് ഇപ്പോൾ പ്രധാന വിഷയമായി മാറുന്നത്. പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകളുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും നേതൃത്വമില്ലാത്തതിനാൽ പ്രവർത്തനം മരവിച്ച മട്ടാണ്. മുൻ ഭാരവാഹികളെല്ലാം നേരത്തെ തന്നെ രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു. ചെയർമാൻ, ഭരണസമിതി പദവികളിലേക്ക് വിവിധ കോണുകളിൽ നിന്നുള്ള ശുപാർശകൾ കുമിഞ്ഞുകൂടിയതും തീരുമാനമെടുക്കുന്നത് വൈകാൻ പ്രധാന കാരണമാകുന്നുണ്ട്. 2024 സംസ്ഥാന TV അവാർഡ് നിർണയവും 2025 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയവും സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതേസമയം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാകാനാണ് ഏറ്റവും കൂടുതൽ പേർ രംഗത്ത് വരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ശുപാർശയിലെത്തുന്നവരെ മാറ്റി നിർത്തിയ ശേഷം യോഗ്യതയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള തെരഞ്ഞെടുപ്പാണ് നടത്തുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് നേരത്തെ പറഞ്ഞിരുന്നു. നിലവിൽ ഒരു താൽക്കാലിക സെക്രട്ടറി മാത്രമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ദൈനംദിന ചുമതലകൾ വഹിക്കുന്നത്. ചെയർമാൻ സ്ഥാനത്തേക്ക് 10 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിരുന്നു. അതിൽ പ്രമുഖ സംവിധായകൻ ബ്ലെസിക്കാണ് മുൻതൂക്കം. സംവിധായകരായ സത്യൻ അന്തിക്കാട്, ദീപു കരുണാകരൻ, ജോഷി മാത്യു, ജോയ് മാത്യു, നടൻ രവീന്ദ്രൻ എന്നിവരും പരിഗണനയിലുണ്ട്. നടൻ ജഗദീഷിനെ സമീപിച്ചെങ്കിലും അദ്ദേഹം താല്പര്യമില്ലെന്ന് അറിയിച്ചു. പ്രശസ്തരായ സിനിമാ പ്രവർത്തകരിൽ ഒരാളെ അക്കാദമി ചെയർമാനാക്കണമെന്നാണ് ഒരു വിഭാഗവും, കഴിഞ്ഞ 10 വർഷം പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പദവി നൽകണമെന്നും മറ്റൊരു നേതൃവിഭാഗവും നിലപാടെടുക്കുന്നുണ്ട്. അതാണ് നിലവിലെ തർക്കത്തിന് കാരണം. അതേസമയം നാളെ കൂടുന്ന UDF യോഗത്തിൽ സമവായത്തിലെത്താൻ കഴിയുമെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ പ്രതീക്ഷ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് സംവിധായകൻ സത്യൻ അന്തിക്കാട്, നിർമ്മാതാക്കളായ M. രഞ്ജിത്ത്, സാബു ചെറിയാൻ, സംവിധായകൻ ജോഷി മാത്യു എന്നിവർക്കും പുറമെ മുൻ ചെയർമാൻ K. മധുവിന്റെ പേരും പരിഗണനയിലുണ്ട്. അതേസമയം അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 18ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള സെപ്റ്റംബർ 25 മുതൽ 30 വരെ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. മേളയിലേക്ക് 1741 ചിത്രങ്ങളുടെ എൻട്രികൾ ലഭിച്ചു. എന്നാൽ പ്രദർശിപ്പിക്കേണ്ട ചിത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള ജൂറിയെ ഇതുവരെ നിയമിച്ചിട്ടില്ല. കൂടാതെ IFFK ഡിസംബർ 11 മുതൽ 18 വരെ സംഘടിപ്പിക്കേണ്ട അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സിനിമകളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്നാണ് വിവരം. സംസ്ഥാന TV അവാർഡുകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. 2004 സംസ്ഥാന TV അവാർഡുകൾ പ്രഖ്യാപിച്ചെങ്കിലും അവാർഡ് വിതരണം നടന്നിട്ടില്ല. 2025 TV അവാർഡിനായുള്ള എൻട്രികൾ ലഭിച്ചെങ്കിലും നിർണയത്തിനായുള്ള ജൂറി രൂപീകരിച്ചിട്ടില്ല. പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുമില്ല. അതേസമയം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എൻട്രികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മൂല്യനിർണ്ണയത്തിനുള്ള ജൂറി രൂപീകരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.